നമസ്കാരം, എല്ലാവർക്കും ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോവളം മുതൽ ബേക്കൽ വരെയുള്ള പശ്ചിമതീര ജലപാതയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് നടന്നു വരികയാണ്. ഇതിനെക്കുറിച്ച് മുൻപ് പല വീഡിയോകളും ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ പാതയിൽ പ്രധാന പ്രശ്നമെന്നത് ജലപാതയുടെ വീതി കൂടുമ്പോൾ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളും നഷ്ടപരിഹാര വിതരണവും തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 1275 കുടുംബങ്ങളെയാണ് പുനരധിവസിപ്പിക്കുന്നത്. കോവളം മുതൽ വർക്കല വരെയുള്ളവരെയാണ് ഒഴിപ്പിക്കുന്നത്. 247.2 കോടി ഇതിനായി സർക്കാർ ചിലവിടുന്നുണ്ട്. കിഫ്ബി വഴിയാണ് തുക കണ്ടെത്തുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പുനരധിവസിപ്പിക്കേണ്ട 1470 കുടുംബങ്ങളിൽ 1275 കോവളത്തിനും വർക്കലയ്ക്കും ഇടയിലാണ് വരുന്നത്. മൊത്തം 427 കോടിയാണ് ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നത്. വർക്കല, കഠിനംകുളം, തിരുവനന്തപുരം ഭാഗങ്ങളിൽ പുനരധിവാസത്തിനായി 10 ലക്ഷം വീതമാണ് കുടുംബങ്ങൾക്ക് നൽകുന്നത്. ഇവർക്ക് വാടകയടക്കം നൽകാനായി 14.8 കോടിയാണ് ചിലവ്. കെട്ടിടങ്ങളുടെ വിലയായി 79.57 കോടിയും കടകൾക്കായി 19.5 ലക്ഷവുമാണ് വേണ്ടിവരുന്നത്. വർക്കല ഭാഗത്ത് പുനർഗേഹം പദ്ധതി പ്രകാരം 60 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കും. ഇതിനായി 6 കോടി ഫിഷറീസ് വകുപ്പിന് സർക്കാർ നൽകുന്നുണ്ട്. പുനരധിവാസം കേരള നിർമ്മിതി കേന്ദ്രമാണ് നടത്തുന്നത്. വർക്കല TS കനാൽ, വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലുള്ളവരെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോവളത്തിനും ആക്കുളത്തിനുമിടയിൽ 942 കുടുംബങ്ങളും പുത്തൻതോപ്പിൽ 116 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. വർക്കല തുരുപ്പിനടുത്ത് 27 കുടുംബങ്ങൾ, വർക്കലയ്ക്കും നടയറ കായലിനുമിടയിൽ 385 കുടുംബങ്ങൾ എന്നിവരെയാണ് പുനരധിവസിപ്പിക്കേണ്ടത്. കേരള വാട്ടർവേസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ഇൻലാൻഡ് നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റും ചേർന്നാണ് ഫീൽഡ് പരിശോധന നടത്തിയത്. 616 കിലോമീറ്റർ വരുന്നതാണ് പശ്ചിമതീര ജലപാത. 13 സ്ട്രെച്ചുകളാണ് ഇതിനിടയിൽ വരുന്നത്. 2026 ഇത് പൂർത്തിയാക്കുവാൻ ലക്ഷ്യമിടുന്നത്. ജലഗതാഗതം, ടൂറിസം, ഫിഷറീസ്, ബോട്ട് ജെട്ടികളുടെ നിർമ്മാണം, യാത്രികർക്കായുള്ള സൗകര്യങ്ങൾ ഇവയെല്ലാം ഇതിന്റെ ഭാഗമായി വരുന്നതാണ്. കോവളം മുതൽ ബേക്കൽ വരെയുള്ള ഭാഗത്ത് വികസനത്തിനും തൊഴിലവസരങ്ങൾക്കും ഇടയാക്കുന്നതാണ് ഈ പാത. പൂർത്തിയായാൽ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ മനുഷ്യനിർമ്മിത ജലപാതയായി ഇത് മാറും. 6500 കോടിയാണ് മൊത്തം പദ്ധതി ചെലവ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കാലതാമസം ഇനിയും നേരിട്ടാൽ പദ്ധതി ചെലവ് ഉയർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നന്നായി പുരോഗമിക്കുന്നുണ്ട്. പുനരധിവാസവും ഒഴിപ്പിക്കലും കൂടുതൽ സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. ഇതിന്റെ പുതിയ വാർത്തകൾ ലഭിക്കുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം.